മഹത്വം വിശ്വസിക്കുന്നു. വായിച്ചു തുടങ്ങുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുമ്പും പിമ്പും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ആമേൻ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടു പോകുവിൻ. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, വാക്കുമാറാത്ത ഞങ്ങളുടെ കർത്താവേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പകൽക്കാലം അങ്ങേ പാടി സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഈ സങ്കീർത്തനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. സ്തോത്രം ചെയ്ത് ദൈവജനത്തിന് ആവശ്യമായത് എൻ്റെ നാവിൽ നിന്ന് കർത്താവ് നൽകി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടന്നു വന്നവരെ അങ്ങ് വെറുതെ മടക്കി അയക്കരുതെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിറഞ്ഞവരായി പകൽക്കാലം അടങ്ങുവാൻ ഞങ്ങൾക്കെല്ലാം ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. Please be seated. Hallelujah. Hallelujah. എത്ര പേർക്ക് ഈ പകൽക്കാലം സന്തോഷമുണ്ട്? ഹാലലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നാം ഇന്ന് വായിച്ച് തുടങ്ങി. ഹാലലൂയ. സങ്കീർത്തനങ്ങൾ 139. 139 സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ നാം കാണുന്നുണ്ട്. എൻ്റെ മുമ്പിൽ സമയം വളരെ ചുരുക്കമാണ്. ഞാനൊരു ബുള്ളറ്റ് പോയിന്റ് പോലെ 1-2 കാര്യങ്ങൾ അതിൽ നിന്ന് പ്രബോധിപ്പിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാലലൂയ. സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനത്തിലെ ആകെ തുക നാം നോക്കിയാൽ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. നമ്മെ നന്നായി അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ദ ഗോഡ് ഹു നോസ് അസ് ഇൻറ്റിമേറ്റ്ലി. ഒരു പേഴ്സൺ നമ്മളെ അറിയുന്നത് വളരെ ചുരുക്കമാണ്, അല്ലേ? മേ ബി അവർ ഹസ്ബൻഡ് ഓർ വൈഫ് വിൽ നോട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ് യു, ഈവൻ ഇഫ് ദേ ആർ നെക്സ്റ്റ് ടു യു. ബട്ട് ഇൻറ്റിമേറ്റ്ലി, അല്ലെങ്കിൽ ഏറ്റവും ഇൻമേറ്റായിട്ട് നമ്മളെ അറിയുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം എത്ര പേർക്ക് ആ ഒരു ധൈര്യം തരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. നമ്മെ നന്നായി അറിയുന്ന ദൈവം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം ഈ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ്, അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ റെയ്ഡുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഇൻകം ടാക്സ് റെയ്ഡ്, ED റെയ്ഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഉണ്ടല്ലോ. എല്ലാവരും വാർത്തകളിലൊക്കെ നാം കാണാറുണ്ട്. വി ഹവ് ബീൻ ലേണിംഗ് അബൌട്ട് ദോസ് തിങ്സ് ദാറ്റ്. എനിക്ക് തോന്നുന്നു മലയാളം അറിയാത്ത ആരും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. റെയ്ഡുകളെ കുറിച്ചൊക്കെ നാം കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം ചെയ്യും. എന്താ ചെയ്യുന്നത് അവർ? നമ്മളോട് അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ റെയ്ഡ് ചെയ്യാൻ വരുന്നത്? നമ്മുടെ പ്രിമൈസസിലോ നമ്മുടെ ഭവനങ്ങളിലോ ഒക്കെ റെയ്ഡ് ചെയ്യാൻ വരുന്നത് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. ഒരു വണ്ടി ആളുകൾ വന്നിട്ട് നമ്മുടെ വീടിനെ സെർച്ച് ചെയ്യുക. സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ റെയ്ഡ് ചെയ്താൽ നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? സ്തോത്രം ചെയ്യുന്നു. നമ്മളെ നന്നായി അറിയുന്ന ദൈവം. എനിക്ക് ഭയങ്കര ഭയം തോന്നി ഈ ഒരു സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ നന്നായി അറിയുന്ന ദൈവം. നമ്മുടെ ഹൃദയങ്ങളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. മേ ബി എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അറിയത്തില്ല, എന്നെ നോക്കുന്ന ഒരാൾക്ക് അറിയത്തില്ല. സ്തോത്രം. ഞാൻ അതിനെ ഇങ്ങനെ ആ വാക്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതുവാനിടയായി.
നാം ഇരിക്കുന്നത് അറിയുന്നു, നാം എഴുന്നേൽക്കുന്നത് അറിയുന്നു, നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് അറിയുന്നു. ഹല്ലേലൂയ. അവർ ഇന്നർമോസ്റ്റ് തോട്ട്സ് ഓൾസോ ഹി നോസ് ഫ്രം ഫാർ. അതിൻ്റെ ഇംഗ്ലീഷിലെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം, യു അണ്ടർസ്റ്റാൻഡ് മൈ തോട്ട് ഫ്രം എ ഫാർ. ദൂരത്ത് നിന്ന് നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്ന് കർത്താവിന് അറിയാം. നാം ഈ പകൽക്കാലം കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുക. നമ്മുടെ ഉള്ളങ്ങളിൽ എന്താ ഉള്ളതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം കേട്ടോ. ഹല്ലേലൂയ. ഒരു മറയുടെ ആവശ്യമില്ല കർത്താവിൻ്റെ മുമ്പിൽ. നാം എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളങ്ങളെ നന്നായി അറിയുന്ന കർത്താവാണ്. എത്ര പേർക്ക് അങ്ങനെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആരോടും നമുക്ക് പറയാൻ പറ്റാത്ത വിഷയങ്ങളുമായി നാം ഈ പകൽക്കാലം ഇവിടെ ആയിരുന്നാലും നമ്മുടെ ഉള്ളങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് അറിയുന്നു. നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ വഴികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വരുന്നതിന് മുമ്പ് അതിൻ്റെ കംപ്ലീറ്റ് ഫോം ഹീ നോസ്. ഞാൻ ആ വാക്യങ്ങളൊക്കെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ട്, കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. നിലവിളി കേൾക്കുക മാത്രമല്ല, ഉള്ളിലെ സങ്കടങ്ങൾ കൂടെ അറിയുന്ന ഒരു കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരാൾ ഈ പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട് കേട്ടോ. ആൻഡ് ഹീ വിൽ, അതിനകത്ത് ഞാൻ അതിൻ്റെ 1-2 കാര്യങ്ങൾ വേഗം പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമ്മുടെ വാക്കുകൾ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങൾ കൂടി അറിയുന്ന ഒരു കർത്താവ് അല്ലേ. നമ്മളെ നന്നായി അറിയുന്നൊരു ദൈവം. കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒംനി പ്രസൻസ് ആൻഡ് ഒംനിസിയൻസ് എന്നുള്ള ആ ഒരു 2 പദങ്ങളിലാണ് ഈ വാക്യം നിൽക്കുന്നത്. നമ്മളെ നന്നായി അറിയുന്ന, ഒരാളെക്കുറിച്ച് മുഴുവൻ അറിയാൻ സാധിക്കുന്ന ഒരു ദൈവം അല്ലേ. ഒംനി പ്രസൻ്റ് ആയിട്ടുള്ളൊരു ദൈവത്തെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആരെങ്കിലും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോഴും പിടികിട്ടാപ്പുള്ളികളായിട്ട് ഒത്തിരി പേര് നമ്മുടെ നാടുകളിലുണ്ടല്ലേ. കുറ്റം ചെയ്തിട്ട് വേറെ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചവരുണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒത്തിരി കേസുകൾ ഇപ്പോഴും തെളിയിക്കപ്പെടാതെ നിൽപ്പുണ്ട്, ആളുകളെ കിട്ടാത്തതുകൊണ്ടല്ലേ. നമ്മുടെ മാനുഷികമായ ലോകത്തിൽ ഒരാൾക്ക് maybe he will not be able to find the other person when he run away from a country. But ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓടി ഒളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാര്യം അവൻ ഒമ്നി പ്രസൻ്റ് ആയിട്ടുള്ളൊരു ദൈവമാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് എവിടേക്ക് ഓടും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക് വരച്ചാൽ നീ അവിടെ ഉണ്ട്, ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടും എന്താ അതിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നത്, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത്ര ഭയങ്കരനായ ഒരു ദൈവത്തെ നാം ഒളിച്ച് എവിടെ പോകാനാ? ഹല്ലേലൂയ. ദ ബെസ്റ്റ് തിങ് നമ്മളെ സംബന്ധിച്ചോളം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളെ നന്നായി അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ പകൽക്കാലം നമുക്കിടയായി തീരട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഞാനതിൻ്റെ 1-ാമത്തെ കാര്യം പറഞ്ഞല്ലോ വേഗം തന്നെ. വി ആർ ഇൻറ്റിമേറ്റ്ലി നോൺ ബൈ ഗോഡ്. We are intimately known. Hallelujah. സ്തോത്രം ചെയ്യുന്നു. More than anyone else around you, next to you, your husband, your wife, your brother, your sister, anyone, അവരെക്കാളൊക്കെ നന്നായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നൊരു ദൈവം അല്ലേ. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മളെ നന്നായി അറിയുന്ന കർത്താവിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. 139 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നമ്മെ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മളെ ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി അതിൻ്റെ അടുത്തുള്ള വാക്യത്തിൽ. പ്രൈസ് ലോർഡ്. അതിങ്ങനെ നാം കാണുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. മെടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നാ? ഓലമെടയെന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പഴയ ആളുകൾക്കറിയാം അല്ലേ. ഓലമെടയെന്ന് അറിയാമോ? എന്താ മെടയുക എന്ന് പറഞ്ഞാൽ അല്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് പദം എന്താണെന്നറിയാമോ? പ്രൈസ് ലോർഡ്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൻ്റെ യു വോവ് മീ ഇൻ മൈ മദേഴ്സ് വൂം, നിറ്റ് മീ ഇൻ മൈ മദേഴ്സ് വൂം എന്നൊരു ഒരു പരിഭാഷയിലുണ്ട് കേട്ടോ. അപ്പം നമ്മളെ എങ്ങനെ എടുക്കുന്നത്, എങ്ങനെ നെയ്തെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു നൂല് കോർത്തിട്ട് ഒരാളിങ്ങനെ വരച്ചെടുക്കുന്നത് പോലെ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്, ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ വി ആർ പർപ്പസ്ഫുള്ളി മെയ്ഡ് എന്നുള്ളതാണ് 2-ാമത്തെ കാര്യം ഞാൻ ഈ വസംഗത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും പ്രയാസത്തോടെ ഈ പകൽക്കാലമായിരിക്കുന്നെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യു ആർ പർപ്പസ്ഫുള്ളി മെയ്ഡ്. ഹല്ലേലൂയ.
and he knitted you, or he woven you in your mother's womb. So you are not here by accident. It's God's own purpose you are here. It's God's own purpose you are in what situation you are right now. ഹാലലൂയ. ദൈവത്തിൻ്റെ കരമാണ് അതിൻ്റെ പിന്നിൽ നിന്ന് എത്ര പേർക്ക് ഈ പകൽക്കാലം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഹാലലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം അല്ലേ? പ്രൈസ് ലോർഡ്. ഹാലലൂയ. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സമയത്തിൽ നിരിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹാലലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ ഭാഗത്തു നിന്നുകൊണ്ട് വണ്ടർഫുള്ളി എന്നുള്ള പദം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പദത്തിന് ഇങ്ങനെയൊക്കെ നമുക്ക് അർത്ഥങ്ങൾ കൊടുക്കാം. ടു ബി ഡിസ്റ്റിങ്ക്ട്, മാർക്ക്ഡ് ഔട്ട്, ബി സെപ്പറേറ്റഡ്, അല്ലെങ്കിൽ ബി ഡിസ്റ്റിങ്വിഷ്ഡ് എന്നുള്ളൊക്കെ പദങ്ങൾക്ക് നമുക്ക് അർത്ഥം കൊടുക്കാം അല്ലേ? സോ വി ആർ മെയ്ഡ് ഡിസ്റ്റിങ്ക്ട് അല്ലേ? വി ആർ മെയ്ഡ് ആസ് എ സെപ്പറേറ്റഡ് പീപ്പിൾ, റൈറ്റ്? പ്രൈസ് ലോർഡ്. ദൈവം എത്ര അതിശയകരമായിട്ടാണ് നമ്മളെ ഈ പകൽക്കാലവും സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ഓർക്കാം. ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് അവിടെ എത്തുന്നത് അല്ലേ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നതും നമ്മളെ ജീവിപ്പിക്കുന്നതും ഒക്കെ എന്ന് ഈ പകൽക്കാലം നാം മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, ദ ഗിഫ്റ്റ്സ് വി ഹവ് ഗോട്ട്, the occupation we have got, everything God has given us for only one thing, to bring glory to his name. Hallelujah. Praise the Lord. സന്തോഷമുണ്ടോ ഈ പകൽക്കാലം എല്ലാവർക്കും? പ്രൈസ് ലോർഡ്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കട്ടെ. പ്രൈസ് ലോർഡ്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു അല്ലേ? പ്രൈസ് ലോർഡ്. അതിൻ്റെ ഇംഗ്ലീഷ് പദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. Hallelujah. And in your book were all written the days that were ordained for me. അപ്പം നമ്മുടെ ദിവസങ്ങളെ ദൈവം നേരത്തെ എന്ത് ചെയ്തു വെച്ചിരിക്കുക? എഴുതി വെച്ചിരിക്കുക. നമ്മൾ എപ്രകാരം പോകണമെന്ന്, ഏത് ദിവസങ്ങളിൽ നാം കടന്നു പോകണമെന്നും, നമ്മൾ ഏത് ദിവസം ജനിക്കണമെന്നും, നാം എവിടെ ആയിരിക്കണമെന്നും ഒക്കെ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. സോ വൺസ് അഗെയിൻ, ആരെങ്കിലും ഈ പകൽക്കാലം ഭാരപ്പെടുന്നെങ്കിൽ ഈ ഒരു വാക്യത്തിൽ ഉറക്കാൻ ഇടയാകട്ടെ. പ്രൈസ് ലോർഡ്. നമ്മൾ ആക്സിഡൻ്റ് അല്ല. വി ആർ നോട്ട് ഹിയർ ബൈ ആക്സിഡൻറ്റ്. ഇറ്റ്സ് ഗോഡ്സ് ഓൺ പർപ്പസ്. And he is a God who knows our innermost things. Hallelujah. നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് അറിയുന്ന കർത്താവ്. Hallelujah. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന കർത്താവ്. പ്രൈസ് ലോർഡ്. ഈ കർത്താവ് ഹല്ലേലൂയ നമ്മളെ നടത്തട്ടെ. പ്രൈസ് ലോർഡ്. അതിൻ്റെ അവസാന വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രൈസ് ലോർഡ്. Let God search our hearts. How many of you are ready to do that today? If He search, He find many things which He doesn't like. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വ്യസനത്തിനുള്ള മാർഗം നമ്മളിലുണ്ടോ എന്ന് നോക്കി നമ്മളെ ശാശ്വത മാർഗത്തിൽ നടത്തുന്നത് ആരാന്നറിയാമോ? The God who is within us. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തെറ്റുകളെക്കുറിച്ച് എന്ത് ചെയ്യും? ബോധ്യം വരുത്തും. 3 John അല്ലെങ്കിൽ 1 John, 2 John, 3 John, ആ പോർഷനുകളിലൊക്കെ നാം കാണുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ലോർഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. Those who are born from God cannot sin. If you are having that sinful nature still with us. ഞാൻ അങ്ങ് പെർഫെക്റ്റ് ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടത്തിൽ വസിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. If you are born from God, we cannot sin. അതൊരു ഐഡൻറ്റിറ്റി ആയിരിക്കണം നമ്മുടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ജനിച്ചതാണെങ്കിൽ നമുക്ക് സിൻ കാണുമ്പോൾ അതിനെ വെറുക്കുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററുകൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വീണ്ടും അല്ലേ ടെൻഡൻസി വരുന്നത് അല്ലേ? പ്രൈസ് ലോർഡ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ എപ്പോഴെങ്കിലും പ്രയാസപ്പെടാറുണ്ടോ? ഇഫ് യു ഡോണ്ട് ലൈക്ക് ടു ഡു സംതിങ്, ഡു വി ഡു? നോ. വി ട്രൈ ടു ബി അവേ ഫ്രം ഇറ്റ്. അപ്പം നമ്മുടെ ഉള്ളങ്ങളിലെ ഇഷ്ടങ്ങൾ പോലും അറിയുന്ന കർത്താവാണ് നമ്മുടെ സന്നിധിയിൽ ഈ പകൽക്കാലം ഉള്ളതെന്ന് ഓർത്തോണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തെ നമുക്കൊരു പ്രാവശ്യം കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാൻ ആമേൻ സമയങ്ങൾ എടുക്കാമല്ലോ. സ്തോത്രം ചെയ്യുന്ന ആരും നിങ്ങളെ അറിയുന്നില്ലെന്ന് ഈ പകൽക്കാലം ചിന്തിക്കരുത്. നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഏലി പുരോഹിതന് തോന്നി അവൾ വീഞ്ഞു കുടിച്ചിട്ട് മത്ത് പിടിച്ചിട്ട് അവൾ സംസാരിക്കുന്നതല്ലേ? പ്രൈസ് ലോർഡ്. അവളുടെ വാ ചലിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. പ്രൈസ് ലോർഡ്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിനെ ദൈവം അവൾക്ക് നൽകി കൊടുത്തു. നമ്മളും നമ്മുടെ എന്താ പറയുക? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.
നമ്മുടെ നെടുവീർപ്പുകൾ പോലും അറിയുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നെടുവീർപ്പുകളെ അറിയുന്നൊരു കർത്താവാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ കർത്താവിൻ്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ ശോധന ചെയ്ത് അറിയണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വ്യസനത്തിനുള്ള മാർഗമുണ്ടെങ്കിൽ പ്രൈസ് ലോർഡ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓടുന്നത് സ്വർഗരാജ്യത്തെ അവകാശമാക്കാനായിട്ടാണ്. പ്രൈസ് ലോർഡ്. കർത്താവ് ഒരു ദിവസം വരും, കള്ളൻ വരുന്ന പോലെ കർത്താവ് വരുമെന്നാണ് പറഞ്ഞു. അവൻ്റെ നാൾ അങ്ങനെ ആകുമെന്നാണ്. പ്രൈസ് ലോർഡ്. ഇഫ് വി ആർ നോട്ട് റെഡി, ഇഫ് ദർ ഈസ് സംതിങ് വിച്ച് ഇസ് ഹോൾഡിങ് അസ് ടു ബി ഇൻ ദിസ് എർത്ത്, വി വിൽ നോട്ട് ഗോ വിത്ത് ഹിം. എത്ര ഭയാനകരമായ അവസ്ഥയായിരിക്കും നമ്മൾ കൈവിടപ്പെട്ടു പോയാലെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നാം ഓടിയതും അധ്വാനിച്ചതുമൊക്കെ വെറുതെ ആയി പോകുന്നൊരു ദിവസമാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനമാണല്ലേ? ഈ പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളെ അറിയുന്ന കർത്താവ് ഈ പകൽക്കാലം നമ്മളോട് കൂടെയുണ്ട്. അവൻ്റെ സന്നിധി വിട്ട് നമുക്ക് എങ്ങും ഓടിപ്പോകാൻ പറ്റത്തില്ല എന്ന ദൈവമക്കളെ നാം അറിഞ്ഞോണം കേട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഉണ്ട്. അവൻ എൻ്റെ അടുത്ത് ഒരു തവണ വന്നപ്പോൾ പറയുമായിരുന്നു, നോട്ട് എവറി ഓപ്പർച്യൂണിറ്റീസ് ആർ ഫോർ യു. യോന, he was trying to run away from God, but there was a ship which was going to Nineveh, right? Was that an opportunity for him to go? No, not every opportunities are for you. Please, if you're running away from God, ഞാൻ എവിടെയോ വായിക്കുകയായിരുന്നു ഇന്ന്, യോന ഊബർ പിടിച്ച് പോയെങ്കിൽ കർത്താവ് അവനെ ഓട്ടോ പിടിച്ച് തിരിച്ച് എവിടെ കൊണ്ടുവന്നു? ആ നിനവെ പട്ടണത്തിൽ പ്രസംഗിക്കാൻ കർത്താവിന് ഇഷ്ടമായിരുന്നെങ്കിൽ അവനെ എന്ത് ചെയ്തു? തിരിച്ചവിടെ കൊണ്ടുവന്നു, അല്ലേ? പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എങ്ങും ഓടിപ്പോകാൻ പറ്റത്തില്ല എന്ന് ഈ പകൽക്കാലം നാം അറിഞ്ഞിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. മൂന്നാമതായി ഞാൻ പറഞ്ഞത്, നമ്മളെ പർപ്പസ്ഫുള്ളായിട്ട് അമ്മ ഉണ്ടാക്കിയ കർത്താവ്, നമ്മളെ ഒരു പർപ്പസിനായി ഉണ്ടാക്കിയ കർത്താവ്, അല്ലേ? പ്രൈസ് ലോർഡ്. ഭയങ്കരവും അതിശയകരവുമായി നമ്മളെ സൃഷ്ടിച്ച ഈ കർത്താവിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. അമേൻ. ഈ സങ്കീർത്തനം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളെ തന്ന കർത്താവ്.